SEO ചെയ്യുന്ന സമയത്ത്, ഒരു പേജിൻ്റെ SEO ചെയ്യുന്ന സമയത്ത് പേജിൻ്റെ ഹെഡ് സെക്ഷനകത്ത് വരുത്തുന്ന ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ പോലെയുള്ള മെറ്റാ ടാഗുകളെ പറ്റി പറഞ്ഞു. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ് അല്ലാതെ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റാ ടാഗ് ഉണ്ടായിരുന്നു. അതിനെ കീവേഡ് മെറ്റാ ടാഗ് എന്നാണ് പറയുക. കീവേഡ് മെറ്റാ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് പോലെ തന്നെ മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു കീവേഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കണ്ടന്റ് ഫേസ് കൊടുത്തിട്ട് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ആവശ്യമുള്ള കീവേഡുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിൾ ആദ്യകാലത്തെ കൊടുത്തിരുന്ന ഒരു മെറ്റാ ടാഗ് ആയിരുന്നു കീവേഡ് മെറ്റാ ടാഗ്. ഗൂഗിൾ സ്റ്റാർട്ടർ ഗൈഡ് തുടങ്ങിയപ്പോൾ തന്നെ കീവേഡ് മെറ്റാ ടാഗിനെ പറ്റി കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കുന്നത് വഴി ആ പേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന SEO അഥവാ അതിൻ്റെ വെബ് മാസ്റ്റർ ഏത് കീവേഡിലാണ് ആ പേജിനെ റാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. മെറ്റാ കീവേഡ്സ് എന്ന് പറയുന്ന ഒരു മെറ്റാ ടാഗ്, കീവേഡ് മെറ്റാ ടാഗ് എന്ന് പറയുന്ന ഒരു മെറ്റാ ടാഗ് കൂടുതൽ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കീവേഡും ആവശ്യമില്ലാത്ത കീവേഡും ഒക്കെ ആയിട്ട് അതിനകത്ത് കുത്തി നിറയ്ക്കാൻ തുടങ്ങി. കീവേഡ് സ്റ്റഫിങ്ങിന് വേണ്ടി കീവേഡ് മെറ്റാ ടാഗിനെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഗൂഗിളിന് പ്രശ്നമായി. അതുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്തു? കീവേഡ് മെറ്റാ ടാഗ് തൽക്കാലം റാങ്കിങ്ങിനകത്ത് ഉപയോഗിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഗൂഗിൾ തന്നെ ഒഫീഷ്യലി അതിനെപ്പറ്റി ഡിക്ലെയർ ചെയ്ത് ഒരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2009 ഗൂഗിൾ സെപ്റ്റംബർ മാസത്തിൽ ഇട്ടേക്കുന്ന ഒരു ബ്ലോഗ് പോസ്റ്റിനകത്ത് ഒഫീഷ്യലി തന്നെ ഡിക്ലെയർ ചെയ്തു എന്താ? കീവേഡ് മെറ്റാ ടാഗ് ഗൂഗിളിന്റെ റാങ്കിങ്ങിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും അത് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതുവഴി എല്ലാ ആൾക്കാരും കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിച്ചിരുന്നതും ദുരുപയോഗപ്പെടുത്തിയിരുന്നതും ഒക്കെ ഒരു ക്വാളിറ്റിയുടെ ഇഷ്യൂ വരാത്ത രീതിയിൽ ഗൂഗിളിനെ ക്വാളിറ്റി കുറവുകളിൽ നിന്ന് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഗൂഗിളിന് സാധിച്ചു. അപ്പൊ ഇപ്പോഴും ഇത് അറിഞ്ഞുകൊടുത്ത ആൾക്കാർ കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ അല്ലാതെ വേറെ പല സെർച്ച് എഞ്ചിനിലും കീവേഡ് മെറ്റാ ടാഗുകൾ റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. ഗൂഗിളിനകത്ത് നേരത്തെ കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിച്ചിരുന്നത് നിങ്ങളുടെ ടോപ്പിക് ക്ലിയർ ആകാൻ വേണ്ടി, നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീവേഡിനെ റാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കീവേഡിന് നിങ്ങളെ പേജിനെ റാങ്ക് ചെയ്യാൻ ഗൂഗിളിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകം കൂടെയായിരുന്നു കീവേഡ് മെറ്റാ ടാഗ്. അപ്പം നമ്മൾ പേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കീവേഡുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പേജിനെ ഈസി ആയിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിൽ ആ മെറ്റാ ടാഗ് സഹായിക്കും. പക്ഷെ ഇത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. കീവേഡ് മെറ്റാ ടാഗ് എന്ന് പറയുന്ന ഈ മെറ്റാ ടാഗിനകത്ത് അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കീവേഡുകളെ സ്റ്റഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, കീവേഡ് മെറ്റാ ടാഗ് ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഗൂഗിൾ തന്നെ ഒഫീഷ്യലി ഒരു ഡിക്ലറേഷൻ നടത്തി. എന്താ? കീവേഡ് മെറ്റാ ടാഗ് ഗൂഗിളിന്റെ റാങ്കിങ്ങിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഒഫീഷ്യൽ ബ്ലോഗിനകത്ത് നടത്തി. ഈ ഡിക്ലറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പല സീനിയർ SEOമാരുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു കീവേഡ് മെറ്റാ ടാഗ് ഇടുന്നതിനെ പറ്റിയും ഇടാത്തതിനെ പറ്റി ഒരു സംസാരം, ഒരു ഡിബേറ്റ്, ഒരു ചർച്ച, ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒഫീഷ്യലായിട്ട് ഗൂഗിൾ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിക്കാം. ഗൂഗിൾ തന്നെ ഒഫീഷ്യലി ഇതിനെപ്പറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ഇടാം. ആ ബ്ലോഗ് പോസ്റ്റിനെ നമുക്കൊന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ഗൂഗിൾ എടുത്തിട്ട് കീവേഡ് മെറ്റാ ടാഗിനെ പറ്റിയുള്ള പോസ്റ്റാണ് എടുത്ത് കാണിക്കാൻ പോണത്. കീവേഡ് മെറ്റാ ടാഗിനെ പറ്റി ഗൂഗിൾ ഇട്ടയ്ക്കുന്ന ആ പോസ്റ്റിനാണ് ഞാൻ ഓപ്പൺ ആക്കി. 2009 സെപ്റ്റംബർ മാസത്തിലാണ് ഈ ബ്ലോഗ് പോസ്റ്റ് ഗൂഗിൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗൂഗിൾ എന്തോന്ന്, ഗൂഗിൾ ഡസ് നോട്ട് യൂസ് ദി കീവേഡ് മെറ്റാ ടാഗ് ഇൻ വെബ് റാങ്കിങ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ കീവേഡ് മെറ്റാ ടാഗ് ഉപയോഗിക്കുന്നില്ല എന്ന് അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്ത് അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ മാറ്റ്കട്സ് അതിനെ പറ്റിയുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൂഗിളിന്റെ അന്നുണ്ടായിരുന്ന വെബ് സ്പാം ടീം ഹെഡ് ആയിട്ടുള്ള മാറ്റ്കട്സ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുകയും ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ആൾക്കാർ ഈ കീവേഡ് മെറ്റാ ടാഗ് എന്ന് പറയുന്ന ഈ മെറ്റാ ടാഗിനെ കൂടുതൽ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് ആൾക്കാർ ഈ മെറ്റാ ടാഗിനെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, കീവേഡുകൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് കീവേഡുകൾ അതിനകത്ത് കുത്തി നിറയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് കീവേഡ് മെറ്റാ ടാഗ് റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാതെ ഗൂഗിൾ മാറ്റി നടത്തുകയും അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊരു ഡിക്ലറേഷൻ ഒരു ബ്ലോഗ് പോസ്റ്റായിട്ട് ഗൂഗിൾ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കീവേഡ് മെറ്റാ ടാഗിനെ പറ്റി അറിഞ്ഞിരിക്കണം.
അത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നോട്ട് പാഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നോട്ട് പാഡ് എടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോട്ട് പാഡ് കീവേഡ് മെറ്റാ ടാഗ് എഴുതുന്ന രീതി ഇതാണ്. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു കീവേഡ്സ്. കാണാമോ? എല്ലാവർക്കും നോട്ട് പാഡ് കാണാമോ? സ്ക്രീൻ കാണാമോ? കുറച്ചുകൂടെ വലുതാക്കാം. ഓക്കെ, കുറച്ചുകൂടെ വലുതാക്കാം. കീവേഡ് മെറ്റാ ടാഗ് എഴുതിയിരുന്ന രീതി ഇങ്ങനെയാണ്. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു കീവേഡ്സ് സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നമ്മളെ കീവേഡ്സ്. ഉദാഹരണത്തിന് SEO എക്സ്പേർട്ട് കൊച്ചി, SEO അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് 3-4 കീവേഡുകൾ ഇങ്ങനെയാണ് കീവേഡ് മെറ്റാ ടാഗ് കൊടുത്തത്. അപ്പോൾ അത് മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു കീവേഡ്സ് എന്ന് പറയുന്നത് ഒരു കോട്ടിനകത്ത് കൊടുക്കും. കണ്ടന്റ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന കോട്ടിനകത്ത് നമ്മളെ കീവേഡുകൾ ഇതുപോലെ കോമ ഇട്ട് കൊടുക്കും. അപ്പം നമ്മളെ കൊടുക്കുന്ന കീവേഡുകൾ ഓരോ വാക്കുകൾ കൊടുക്കുന്ന രീതിയിൽ ആൾക്കാർ ഉപയോഗിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ടത് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മളെ കീവേഡുകളോ അതിൻ്റെ 2-3 വേരിയൻസിനെയാണ് നമ്മൾ കീവേഡ് മെറ്റാ ടാഗിനകത്ത് കൊടുത്തിരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന കീവേഡ് മെറ്റാ ടാഗിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാർ, പ്രയോജനം കണ്ടെത്തിയ ആൾക്കാരും അതിൽ ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് കീവേഡ് സ്റ്റഫ് ചെയ്യാൻ തുടങ്ങി. ഇതിനകത്ത് 100 കണക്കിന് 1000 കണക്കിന് കീവേഡൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ ആൾക്കാരുടെ പ്രാക്ടീസ് പോയപ്പോഴാണ് കീവേഡ് മെറ്റാ ടാഗ് ഗൂഗിൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താണ്ടായി. അപ്പോൾ അത് ഒരു ഇവല്യൂഷണറി പാത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴും കീവേഡ് മെറ്റാ ടാഗ് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൊടുത്ത ആൾക്കാർ ഇപ്പോഴും കീവേഡ് മെറ്റാ ടാഗ് വെബ് പേജുകളിൽ ഉപയോഗിച്ച് പോരാറുണ്ട്. എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഒഫീഷ്യലി ഇട്ടേക്കുന്ന ഈ ബ്ലോഗ് പോസ്റ്റിനെ എടുത്തിട്ട് നമുക്ക് അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുക്കാം. ഗൂഗിൾ തന്നെ അത് റാങ്കിങ്ങിന്റെ ഒരു ഫാക്ടറായിട്ട് കണക്കാക്കുന്നില്ല എന്ന് 2009 ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോക്കകത്ത് മാറ്റ്കട്സും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊരു തർക്കം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അറിവ് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പം കീവേഡ് മെറ്റാ ടാഗ് എന്ന് പറയുന്ന മെറ്റാ ടാഗ് നേരത്തെ ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള മെറ്റാ ടാഗാണ്. എന്നാൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഡിഫോൾട്ട് വാല്യൂ ഉള്ള ഒരു മെറ്റാ ടാഗിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആ മെറ്റാ ടാഗിന്റെ പ്രത്യേകത, അത് റോബോട്ട്സിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു മെറ്റാ ടാഗാണ്. അത് എഴുതുന്നത് ഇങ്ങനെയാണ്: മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ് സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഫോളോ. ഇത് റോബോട്ട്സ് മെറ്റാ ടാഗ് എന്ന് പറയും. ഈ മെറ്റാ ടാഗിന് പറയുന്ന പേരാണ് റോബോട്ട്സ് മെറ്റാ ടാഗ്. കാണാൻ പറ്റുന്നുണ്ടോ? വലുതാക്കിയിട്ടുണ്ട്. ഇൻഡെക്സ് ഫോളോ എന്നാണ് റോബോട്ട്സ് മെറ്റാ ടാഗിന്റെ ഡിഫോൾട്ട് വാല്യൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പേജിനകത്ത് ഇങ്ങനെ ഒരു മെറ്റാ ടാഗ് കിടക്കുന്നതും ഇങ്ങനെ ഒരു മെറ്റാ ടാഗേ ഇല്ലാതിരിക്കുന്നതും ഇതാണ് ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂ. ഇങ്ങനെ കൊടുക്കുന്നത് വഴി നമ്മളെ പേജിനെ റോബോട്ട്സ് അഥവാ നമ്മളെ വെബ് പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിനെ ഒരു ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും ഫോളോ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളെ പേജിനെ ക്രോൾ ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് ഫോളോ ചെയ്യുന്ന കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പോകുന്ന ലിങ്കിനെയൊക്കെ ഫോളോ ചെയ്യാനുള്ള അനുമതിയാണ് കൊടുക്കുക. എന്നാൽ ഈ മെറ്റാ ടാഗിനകത്ത് ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞതിന് പകരം നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേജ് ഒരിക്കലും ഗൂഗിൾ ക്രോൾ ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ചെയ്യത്തില്ല. ഇവിടെ നോ ഫോളോ എന്ന് കൊടുത്താൽ നമ്മളെ പേജിൽ നിന്ന് പോകുന്ന ഒരു ലിങ്കും നോ ഫോളോ റെക്കമെൻഡേഷനായിട്ട് ഗൂഗിൾ ഫോളോ റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കത്തില്ല. എല്ലാം നോ ഫോളോ ലിങ്ക് ആയിരിക്കും. അപ്പോൾ അവിടെ പുതിയൊരു മെറ്റാ ടാഗിനെ കൂടെ പരിചയപ്പെട്ടോളൂ. റോബോട്ട്സ് മെറ്റാ ടാഗ് എന്നാണ് ഇതിനെ പറയുക. റോബോട്ട്സ് മെറ്റാ ടാഗിന്റെ പ്രത്യേകത, നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിനെ നമ്മളെ പേജ് ക്രോൾ ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഒരു മെറ്റാ ടാഗാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിഫോൾട്ടായിട്ട് അതിന്റെ വാല്യൂ ഇൻഡെക്സ് ഫോളോ എന്നാണ് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഈ മെറ്റാ ടാഗ് ഇങ്ങനെ കൊടുത്താലും ഈ മെറ്റാ ടാഗേ കൊടുത്തില്ലെങ്കിലും ഇതാണ് ഇതിന്റെ എഫക്റ്റ്, ഇൻഡെക്സ് ഫോളോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മെറ്റാ ടാഗ് കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത ഇതാണ്, നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന്റെ അടുത്ത് നമ്മൾ നിർദ്ദേശം പറയാണ്, മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട്സ്, കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഫോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജിലേക്ക് ബോട്ട്സ് വന്നോളൂ, ഈ പേജിനകത്തുള്ള കണ്ടന്റ്സിനെയൊക്കെ ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് ഇൻഡെക്സ് ചെയ്തോളൂ, ഇതിനകത്തുനിന്ന് പോകുന്ന ലിങ്ക്സ് ഒക്കെ ഫോളോ ലിങ്ക്സ് ആയി കൺസിഡർ ചെയ്തോളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഇൻഡെക്സ് ഫോളോ എന്നുള്ളതാണ് ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂ. അപ്പം
ബേസിക് ആയിട്ടുള്ള മെറ്റാ ടാഗുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ടാഗ് ഉണ്ട്. അത് എഴുതുന്ന രീതി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ, കണ്ടന്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ പേജിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷന്റെ പ്രത്യേകത എന്താ? ഗൂഗിൾ സെർച്ച് ലിസ്റ്റിനകത്ത് നമ്മളെ പേജ് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന പോർഷൻ സ്നിപ്പറ്റിനകത്ത് നമ്മളെ പേജിന്റെ ടൈറ്റിൽ കാണിക്കുന്നതിന്റെ താഴെയായിട്ട് നമ്മളെ പേജിന്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നതിനകത്ത് നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് എടുക്കുക. നമ്മൾ ഒരു പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലോ, കൊടുത്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആ പേജിന് റിലവൻ്റ് അല്ലെങ്കിലോ, ഗൂഗിൾ എന്ത് ചെയ്യും? പേജിനകത്തുള്ള ബോഡി പോർഷനകത്തുള്ള കണ്ടന്റ്സ് 1-2 സെന്റൻസ് എടുക്കും. പ്രിഫറബിളി അത് ഫസ്റ്റ് സെന്റൻസ് ഒക്കെയാണ് എടുക്കാൻ ചാൻസ്. ആ ഫസ്റ്റ് ഒന്നാമത്തെ രണ്ടാമത്തെ സെന്റൻസ് ആ പേജിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസുകളാണെന്നുണ്ടെങ്കിൽ അത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങളായിട്ട് പഠിക്കേണ്ടത്. ഒരു പേജിന്റെ ബേസിക് SEO പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് SEO പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഹെഡ് സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് SEO ടൈറ്റിൽ രൂപപ്പെടുത്തുന്നതാണ്. ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെറ്റാ ഡിസ്ക്രിപ്ഷനാണ് അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത്. കീവേഡ് മെറ്റാ ടാഗ് എന്നുള്ള സംഗതി നേരത്തെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അത് ഗൂഗിൾ തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ റാങ്കിങ്ങിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളത്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് റോബോട്ട്സ് മെറ്റാ ടാഗ്. നമ്മുടെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സിന്, അഥവാ ഗൂഗിൾ ബോട്ട്, റോബോട്ട്സ്, സ്പൈഡർ എന്നൊക്കെ പറയുന്ന വെബ് ക്രോളേഴ്സിന് നിർദ്ദേശം കൊടുക്കുന്ന മെറ്റാ ടാഗാണ് റോബോട്ട്സ് മെറ്റാ ടാഗ്. ബൈ ഡിഫോൾട്ട് ആയിട്ട് റോബോട്ട്സ് മെറ്റാ ടാഗിനകത്ത് എന്തായിരിക്കും? ഇൻഡെക്സ് ഫോളോ എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തേക്കുക. നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാനും ക്യാച്ച് ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനും അതിൻ്റെ അകത്തുനിന്ന് പോകുന്ന ലിങ്ക്സ് ഒക്കെ ഫോളോ ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് ബൈ ഡിഫോൾട്ട് വാല്യൂ. ഇനി നമ്മളെ പേജിനെ, നമ്മളിപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു, അതിനെ ഗൂഗിൾ ക്രോൾ ചെയ്യണ്ട, ഇൻഡെക്സ് ചെയ്യണ്ട, അതിനകത്തുനിന്ന് പോകുന്ന ഒരു ലിങ്കും ഗൂഗിൾ ക്രോൾ ചെയ്യണ്ട, അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻ പാസ് ചെയ്യണ്ട, അതിനകത്തുനിന്ന് പോകുന്ന ഒരു ലിങ്കും ഒരു ഫോളോ ലിങ്കായിട്ട് എടുക്കണ്ട. എന്ത് ചെയ്യാം? നമുക്ക് റോബോട്ട്സ് മെറ്റാ ടാഗ് എഴുതി കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ഇൻഡെക്സ് നോ ഫോളോ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കത്തില്ല. ഇതാണ് അർത്ഥം. അപ്പൊ നമ്മളൊരു പേജ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കണ്ടന്റ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഗൂഗിൾ അത് ക്രോൾ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഒരു റോബോട്ട്സ് മെറ്റാ ടാഗ് എഴുതിയിടാം. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട് സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് നമ്മൾ അത് ആ മെറ്റാ ടാഗിനെ തിരുത്തുന്നതുവരെയും ആ പേജിനകത്തേക്ക് റോബോട്ട്സ് കടക്കുകയോ ക്രോൾ ചെയ്യുകയോ ക്യാച്ച് ചെയ്യുകയോ ഇൻഡെക്സ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ ലിങ്ക്സ് എല്ലാം നോ ഫോളോ ലിങ്ക്സ് ആക്കി ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ പറ്റും. മെറ്റാ നെയിം ഈസ് ഈക്വൽ ടു റോബോട്ട് സ്പേസ് കണ്ടന്റ് ഈസ് ഈക്വൽ ടു നോ ഇൻഡെക്സ് കൊടുത്താൽ മതി. അതിനകത്തുനിന്ന് പോകുന്ന എല്ലാ ലിങ്ക്സും നോ ഫോളോ ലിങ്ക്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഹെഡ് സെഷനകത്ത് വരുന്ന മെറ്റാ ടാഗുകളെ പറ്റിയാണ് പറഞ്ഞത്. മെറ്റാ ടാഗുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഹെഡ് സെഷനകത്തുള്ള ഒപ്റ്റിമൈസേഷൻ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി ബോഡി സെഷനകത്തുള്ള മാറ്റങ്ങളെ പറ്റി പഠിക്കാം. ഒരു പേജിന്റെ ബോഡി സെഷനിൽ ഏറ്റവും വിസിബിൾ ആയിരിക്കുന്ന പോർഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന H1 ടാഗാണ് ഒരു പേജിന്റെ ബോഡി സെഷനിൽ ഏറ്റവും വിസിബിൾ ആയിരിക്കുന്ന സംഗതി. ഒരു പേജിന്റെ ബോഡി സെഷനിൽ ഏറ്റവും വിസിബിൾ ആയിരിക്കുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേജിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന H1 ടാഗാണ്. നമ്മൾ H1 ടാഗിനെ പറ്റി ഇന്നലെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈറാർക്കി അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പേജിനകത്തുള്ള ടെക്സ്റ്റിൽ ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്ന ടെക്സ്റ്റിനെയാണ് H1 എന്ന് പറയാം. H1 ടാഗിനകത്ത് എഴുതുന്ന H1 ആണ് ആ പേജിനകത്ത് ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുക. അതിന് ഗൂഗിൾ ഒരുപാട് പ്രാധാന്യങ്ങൾ കൊടുക്കാറുണ്ട്. ഒന്നാമത്തെ പ്രാധാന്യം, നമ്മൾ പേജിനകത്ത് SEO ടൈറ്റിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന SEO ടൈറ്റിൽ ആ പേജിന് റിലവൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ പേജിന്റെ ഹെഡ് സെഷനകത്ത് H1-നകത്ത് കൊടുത്തിരിക്കുന്ന എന്താണോ എന്ത് ഡിസ്ക്രിപ്ഷനാണോ അതിനെ SEO ടൈറ്റിലായിട്ട് ഇടാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ആൾറെഡി അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളതാണ്. H1 ഇല്ലാത്ത മുറയ്ക്ക് H2 എടുക്കാനാണ് സാധ്യത. H1-നകത്തും H2-നകത്തും നമ്മുടെ പേജിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് ഉൾപ്പെടുത്തിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ് ലൈൻ കൊടുക്കുക. ഒരു പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന H1 എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുക. അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാണ് വെബ്സൈറ്റിനകത്ത് ബാധിക്കുക. അതുകൊണ്ട് H1, H2 പോലെയുള്ള പ്രധാനപ്പെട്ട ടാഗുകൾ നമ്മൾ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ അവിടെ ശ്രദ്ധ കൊടുക്കുന്നതും ഗൂഗിൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പേജിലെത്തുന്ന ഒരു യൂസറിന്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ഏരിയ ആണ് H1. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ H1 ആണ് ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുക. ഒരു പേജിനകത്തുള്ള ടെക്സ്റ്റ് പോർഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിനകത്ത് ഏറ്റവും കൂടുതൽ യൂസേഴ്സിന്റെ ശ്രദ്ധ പോകാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ H1 ആണ്. അതിന് അത്രയും പ്രാധാന്യം ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. SEO ടൈറ്റിലിന് പകരം വരെ എഴുതുന്ന ഒരു സംഗതിയാണ്
നമ്മൾ കൊടുക്കുന്ന H1 ടാഗ്. അപ്പോൾ H1 ടാഗ് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും വരാതെ വളരെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു H1 എഴുതുന്ന ടാഗിന്റെ താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി സബ് ഹെഡിങ് ആയിട്ട് H2 എഴുതാം. നമ്മുടെ മെയിൻ കീവേഡിന്റെ സെക്കൻഡറി കീവേഡുകൾ അതൊക്കെ നമുക്ക് H2-നകത്തും H3-കകത്തൊക്കെ ഉപയോഗിക്കാം. H1-നെ പറ്റി H2-നെ പറ്റി പറയുമ്പോൾ ഒരിക്കലും നീളം കൂടിപ്പോകാൻ പാടില്ല. ഒരുപാട് വേർഡ്സ് കൊടുത്ത് H1 കൊടുക്കാൻ പാടില്ല. ഒരു 8 വേർഡ്സ് ഒക്കെ വരുന്നതിനകത്ത് കൊടുത്താൽ മതി. 8-ൽ കൂടുതൽ വേർഡ്സ് ആകും. ഇപ്പോൾ 12 വേർഡ്സുള്ള ഒരു H1 ടാഗ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ പേജിനെ അത് മാക്സിമം വൃത്തികേടാക്കും. കാരണം H1 എന്ന് പറയുന്നത് ആ പേജിനകത്ത് ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്ന ടെക്സ്റ്റ് ഏരിയയാണ്. അത് നീളം കൂടുന്തോറും നമ്മുടെ പേജിനെ മാക്സിമം വൃത്തികേടാക്കും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഒരിക്കലും ഒരു H1 കൊടുക്കുമ്പോൾ വലിച്ചു വാരി നീട്ടി എഴുതേണ്ട ആവശ്യം ഇല്ല. ആ പേജിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്യാപ്ഷൻ, ഇപ്പോൾ ഒരു നോട്ടീസ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് ബോർഡിന്റെ ക്യാപ്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, ആ നോട്ടീസ് ബോർഡിനെ വായിക്കണോ വായിക്കണ്ടേ തീരുമാനിക്കാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കുക കൂടെ ചെയ്യുന്ന സംഗതിയായിരിക്കും അതിന്റെ ക്യാപ്ഷൻ. അതുപോലെ ഒരു പേജിന് കൊടുക്കുന്ന ക്യാപ്ഷൻ, H1 ആയിട്ട് കൊടുക്കുന്ന ക്യാപ്ഷൻ ആ പേജിന്റെ ഐഡന്റിറ്റിയെ വളരെ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ആ രീതി തന്നെ അത് മനസ്സിലാക്കുക, പ്രാക്ടീസിനകത്ത് ഉൾപ്പെടുത്തുക. H1 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പേജിനകത്ത് വിസിബിൾ ആകാൻ സാധ്യതയുള്ളത് H2 ആണ്. ഹൈറാർക്കി അനുസരിച്ചും H1 കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുപ്പത്തിൽ കാണിക്കുന്നത് H2 ആണ്.